ഏഷ്യാ കപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. മുംബൈയിൽ ചേരുന്ന BCCI സെലക്ടേഴ്സിന്റെ യോഗത്തിന് ശേഷമായിരിക്കും ടീം പ്രഖ്യാപനം. സൂര്യകുമാർ യാദവ് നായകനായി തുടരുമോ? ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റന്റെ പദവിയോടെ ടീമിലെത്തുമോ? അതോ സ്ക്വാഡിൽ തന്നെ ഇടമുണ്ടാവില്ലേ? സഞ്ജു സാംസന്റെ അവസ്ഥ എന്താകും? ശ്രേയസ് അയ്യരുടെ മടങ്ങിവരവ് കാണുമോ? ജസ്പ്രീത് ബുംറയ്ക്ക് ഇനിയും വിശ്രമം കൊടുക്കുമോ? ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങൾക്ക് ഇന്ന് ഉത്തരമാകും. ഏഷ്യ കപ്പിനുള്ള ടീം പ്രഖ്യാപനം മാത്രമല്ല, അടുത്ത വർഷത്തെ ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ കുറിച്ചുള്ള ഏകദേശ രൂപം എങ്ങനെയെന്ന സൂചന കൂടിയാണ് ഇന്നുണ്ടാവുക. ഫിറ്റ്നസ് തെളിയിച്ചതോടെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കെല്ലാം സ്ഥാനം ഉറപ്പിക്കാമെന്നും വിവരങ്ങളുണ്ട്. IPL-ലും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലും റൺമല തീർത്തെങ്കിലും കോർ ടീമിനെ പൊളിക്കേണ്ട എന്ന തീരുമാനത്തിൽ BCCI ഉറച്ചാൽ ഗില്ലിന് അവസരമുണ്ടാകില്ല. ജസ്പ്രീത് ബുംറ വിശ്രമം വേണ്ടെന്ന് വെച്ചാൽ മുഹമ്മദ് സിറാജും പുറത്തിരിക്കേണ്ടി വരും. IPL-ൽ ഉജ്ജ്വല പ്രകടനം നടത്തിയ ശ്രേയസിനെ ഇനിയും അകറ്റി നിർത്തുമോ എന്നതും കണ്ടറിയണം. സ്പിന്നിനെ തുടയ്ക്കുന്ന UAE-ലെ പിച്ചുകളിലേക്ക് എത്ര സ്പിന്നർമാരുമായാണ് ഇന്ത്യ എത്തുക എന്നതിലും കൗതുകമുണ്ട്. സെപ്റ്റംബർ 9 തുടങ്ങുന്ന ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ആദ്യ മത്സരം 10-നാണ്. സ്പോർട്സ് ഡെസ്ക് 24.